ബില്ലി ഗ്രഹാം എന്ന് പേര് കേട്ടാൽ തന്നെ അതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗകൻ എന്ന് സംശയം കൂടാതെ പറയാം. അദ്ദേഹം ഒരിക്കൽ സുവിശേഷ പ്രസംഗത്തിനായി ന്യൂയോർക്കിനടുത്തുള്ള ഹാലിഫാക്സ് എന്ന സ്ഥലത്തേക്ക് പോയി. ഹാലിഫാക്സ് കാനഡയുടെ ഒരു പ്രവിശ്യയാണ്. എങ്കിലും അതിന്റെ ലൊക്കേഷൻ ന്യൂയോർക്കിനോട് ചേർന്ന് കിടക്കുന്ന, അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു ദ്വീപാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഹാലിഫാക്സിൽ പ്രസംഗിക്കാനായിട്ട് അദ്ദേഹം പോകേണ്ടുന്ന ദിവസത്തിന് ഒരു ദിവസം മുമ്പേ അദ്ദേഹം അവിടെ ചെന്നു. ഈ പ്രോഗ്രാം നടക്കുന്ന എവിടെയാണെന്ന് അദ്ദേഹത്തിന് വലിയ നിശ്ചയമില്ലായിരുന്നു. പ്ലെയിനിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു ടാക്സി പിടിച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇത് എവിടെയാണ് നടക്കുന്നത് അറിയാത്തതുകൊണ്ട് ഒരു കൊച്ചു പയ്യനെ കണ്ടു. അയാളോട് ചോദിച്ചു, മോനെ, നീ ഈ സ്ഥലം അറിയാമോ എന്ന് ചോദിച്ചു. പ്രോഗ്രാം നോട്ടീസ് കാണിച്ചിട്ട് ചോദിച്ചു, ഈ പ്രോഗ്രാം ഇത് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് കാണും, പിന്നെ അവിടെ അതിന്റെ പുറകിലായിട്ടുള്ള സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പൊ ബില്ലി ഗ്രഹാം ചോദിച്ചു, നീ വരുന്നോ? ഞാന് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പിന്നെ പയ്യൻ പറഞ്ഞു, പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി അറിയില്ല, പിന്നെ ആ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബില്ലി ഗ്രഹാം അവിടെ ചെന്നു, സ്ഥലത്തെത്തി. എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ ഈ സംഘാടകരൊന്നും അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ വലിയ പ്രസംഗം നടക്കുക, സുവിശേഷ പ്രസംഗം നടക്കാണ്, വേറെ ആരുമാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം പ്രസംഗം കേൾക്കാന്ന് വിചാരിച്ചിട്ട് ഈ കൺവെൻഷൻ നഗറിന്റെ അങ്ങ് പിന്നിൽ ചെന്നിരുന്നു, ഏറ്റവും പിന്നിൽ ചെന്നിരുന്നു. ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. കാരണം അദ്ദേഹം വരേണ്ട ദിവസം ആ ദിവസമായിരുന്നില്ല. അപ്പൊ അവിടെ പോയിരുന്നു. അവിടെ തകർപ്പൻ പ്രസംഗം നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു സുവിശേഷ പ്രസംഗം പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കൈകൾ ഉയർത്തുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക എന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ കൈ ഉയർത്തി, അതിനുശേഷം കുറെ പേര് മുന്നോട്ട് കടന്നു പോയി. അപ്പൊ ബില്ലി ഗ്രഹാം ഇങ്ങനെ ചുറ്റും നോക്കി, ആരൊക്കെ പോകുന്നുണ്ട് എന്ന് നോക്കാനായിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി. തൊട്ടടുത്തിരിക്കുന്ന ഒരാള് ഒന്ന് എഴുന്നേറ്റു, പോകാനെന്നുള്ള മട്ടിൽ എഴുന്നേറ്റു. അത് കഴിഞ്ഞൊരു വീണ്ടും വിചാരത്തോടുകൂടി പുലി അങ്ങിയിരുന്നു. അപ്പൊ ഒരു അർത്ഥ മനസ്സേ ഉള്ളൂ, മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്നുള്ള ഒരു അർത്ഥ മനസ്സേ ഉള്ളൂ. ബില്ലി ഗ്രഹാം ചോദിച്ചു, എന്താ മുന്നോട്ട് പോകുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ കൂടെ വരാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് പ്രേരിപ്പിക്കാനായിട്ട് ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു. അയാൾ പറഞ്ഞു, അത് വേണ്ട, നാളെ ഒരു ബില്ലി ഗ്രഹാം എന്നും പറഞ്ഞ ഒരു വൻ തോക്ക് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്, അയാളുടെ പ്രസംഗം കൂടെ കേട്ടിട്ട് തീരുമാനിക്കാം മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്ന്. ഇത് ബില്ലി ഗ്രഹാം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയാമോ? നമ്മളെല്ലാം ഈ മനുഷ്യനെ പോലെയാണ്. നമ്മള് ഒക്കെ ഈ സുവിശേഷ പ്രവർത്തനം നടത്തുന്നതൊന്നും നമ്മുടെ പണിയല്ല. അതൊക്കെ ഈ ബില്ലി ഗ്രഹാമിനെ പോലുള്ള വൻ തോക്കുകൾ, ബിഗ് ഗൺസ്, അവരുടെയൊക്കെ പണിയാണ്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി കേട്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ജോലി എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ക്രൈസ്തവരായ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക, അവനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പിന്നെ സ്വന്തം ജീവിതത്തിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കുക. ഇതാണ് അതിന്റെ അർത്ഥം. ഇത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. ഇതാണ് അവന്റെ ഒന്നാമത്തെ ധർമ്മം. ദൈവത്തെ അറിയുക. അത് കഴിഞ്ഞാൽ അവൻ അറിയുന്ന ദൈവത്തെ, അവൻ രുചിച്ചറിയുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതിൽ കവിഞ്ഞ മറ്റെന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നിർഭാഗ്യവശാൽ നമ്മളോ നമ്മളുടെ ആധുനിക സഭകളോ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും വളരെ ബോധേഡ് ആണെന്ന് തോന്നുന്നില്ല.